ഇനിയൊരു ഹായ് എടുത്ത ഒരവ് എടുത്ത്. ഹായ് കൂട്ടുകാരെ, സൂര്യ ഡ്രീംസിൻ്റെ അന്നത്തെ പുതിയൊരു വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മുടെ അന്നത്തെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ ഇതാ തുടങ്ങുകയാണ് കേട്ടോ. രാവിലെ എണീറ്റ് വന്നിട്ടേ ഉള്ളൂ. അപ്പോൾ പേടിയാണ് രാവിലെ എണീറ്റ് ഇങ്ങനെ വരുമ്പോൾ. ഞാൻ ആദ്യം വാതിലൊക്കെ ഒന്ന് തുറന്ന് ചുറ്റുഭാഗങ്ങളൊക്കെ ഒന്ന് നോക്കും കേട്ടോ. നേരത്തെ എണീക്കൊണ്ട് തന്നെ ഇതാ നമ്മൾ അടുത്ത വീട്ടിലൊക്കെ എണീറ്റിട്ടുണ്ട്. പിന്നെ താഴെ വീട്ടിൽ പറഞ്ഞാൽ ഏട്ടൻ്റെ വീട്ടിലൊന്നും എണീറ്റിട്ടില്ല കേട്ടോ. ഞാൻ ഇന്ന് വെള്ളിയാഴ്ച ദിവസമായതുകൊണ്ട് തന്നെ മക്കൾക്കൊക്കെ നേരത്തെ ക്ലാസ് ഉണ്ട്. വിഷ്ണുവിന് നേരത്തെ ക്ലാസ് ഉണ്ട്. അപ്പോൾ ഇന്ന് ചായക്കടി ഉണ്ടാക്കുന്നത് ചപ്പാത്തിയാണ്. ചപ്പാത്തി പറഞ്ഞാൽ നമ്മൾ കൂട്ടുകുടുംബം ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും വേണ്ട ഉണ്ടാക്കുക. അതുകൊണ്ട് തന്നെ നേരത്തെ കുറച്ച് എണീറ്റിട്ടുണ്ട് കേട്ടോ. അല്ലെങ്കിൽ എന്താ നേരം വൈകും, എല്ലാത്തിനും നേരം വൈകാവും. പിന്നെ ഇപ്പോൾ സൂര്യമോൾ അംഗൻവാടിക്കും ആക്കണമല്ലോ. അങ്ങനെ ഇതാ ഞാൻ അകത്തേക്കുള്ള വെള്ളമൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ. ചായ ഉണ്ടാക്കാനുള്ള വെള്ളം, അതേപോലെ കഞ്ഞിക്കടപ്പത്തേക്കുള്ള വെള്ളം, ചെറിയ പാത്രങ്ങളൊക്കെ അകത്തുനിന്ന് കഴുകാമെന്ന് വിചാരിച്ചാണ്ട് അതിനാവശ്യമുള്ള വെള്ളമൊക്കെ കൊണ്ടുവന്ന് വെച്ചാണ്ട് ഞാൻ വാതിൽ അടച്ചാണ്ട് ഇങ്ങോട്ട് പോകുന്നതാണ് കേട്ടോ. ഇനി എന്താണ്, വെണ്ണീരൊക്കെ കോരി ഒന്ന് വൃത്തിയാക്കണം. വീതന ഒന്നും ഇന്നലെ വൃത്തിയാക്കാതെയാണ് കടന്നുറങ്ങിയത്. വേറെ ഒന്നുമില്ല, ചിലപ്പോൾ നമ്മൾ ചോറിയിട്ട് കഴിഞ്ഞാണ്ട് ചോറിന് കിടക്കാനൊക്കെ ആളുണ്ടാവും കേട്ടോ. അതുകൊണ്ട് തന്നെ ആ ഒരു സമയത്ത് ചിലപ്പോൾ വീതന വൃത്തിയാക്കിക്കോണമെന്നും ഉണ്ടാവില്ല. വൃത്തിയാക്കുക പറഞ്ഞാൽ അക്കോലം എരപ്പൊന്നുമല്ല കേട്ടോ. ഇതാണ് അവസ്ഥ. വലിയ അലങ്കോലമായിട്ടൊന്നും കിടക്കണില്ലെങ്കിൽ പോലും നമ്മൾ രാത്രി വെച്ച ചോറും കലമൊക്കെ ഉണ്ടാവില്ല, കലമല്ല ചോറ് ഊറ്റി വെച്ച ചെമ്പട്ടിയൊക്കെ ഉണ്ടാവില്ല, അതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കാണ്ട്. പിന്നെ തിന്ന പാത്രങ്ങളൊക്കെ അപ്പം തന്നെ കഴുകി കൂട്ടോ. പിന്നേക്ക് കാരണം എടുത്തേക്കൂല. പിന്നെ എന്തായാലും നമ്മൾ രാത്രി വീതനൊക്കെ തുടച്ച് വൃത്തിയാക്കി പോയാലും രാവിലെ അതേ പണി എടുക്കണം. വേറൊന്നുമല്ല, വല്ല കൂറയോ പല്ലിയോ എന്തെങ്കിലുമൊക്കെ ആയിട്ട് അരിച്ചുണ്ടാവുമല്ലോ ഇതിലൊക്കെ. അതുകൊണ്ട് തന്നെ ആ ഒരു സമയത്ത് നമ്മൾ എണീറ്റ് വന്ന സമയത്ത് ഒന്നും കൂടെ ഒന്ന് വൃത്തിയാക്കി അത്രയും നല്ലതാണ് കേട്ടോ. അല്ലെങ്കിൽ പിന്നെ പാത്രങ്ങളൊക്കെ വെക്കുമ്പോൾ അത് അരിച്ചു പോയ സ്ഥലങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അതുകൊണ്ട് ഞാൻ എന്തായാലും വൃത്തിയാക്കും കേട്ടോ. ആദ്യം ഒന്ന് വെണ്ണീര് കോരി എടുക്കട്ടെ. പിന്നെ ഞാൻ കുറച്ച് വെള്ളം തളിക്കുകയാണ് കേട്ടോ. വെള്ളം തളിച്ചാണ്ടാണ് ഞാൻ വീതനൊക്കെ തുടച്ച് വൃത്തിയാക്കണത്. പിന്നെ നമ്മുടെ ഇന്നത്തെ വിശേഷം വീഡിയോ ഒക്കെ കൂട്ടുകാർക്ക് ഇഷ്ടാവുമല്ലോ എന്ന് എനിക്കറിയില്ല മക്കളെ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം ഒന്ന് ലൈക്ക് അടിക്കാൻ മറക്കല്ലേ കേട്ടോ. പിന്നെ ഇന്നലെ ഞാൻ എനിക്ക് കണ്ടൻ്റ് ഒന്നുമില്ല വീഡിയോ ഇടാൻ, വെറും അടുക്കള പണി മാത്രമല്ല കണ്ടൻ്റ് ആയിട്ടുള്ളൂ എന്ന് ഞാൻ പറഞ്ഞിരുന്നു. പക്ഷെ നമ്മളെ കൂട്ടുകാർ പറഞ്ഞിട്ടുണ്ട്, ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് എന്തായാലും വേണ്ടില്ല എന്തെങ്കിലുമൊക്കെ ആയിട്ട് വീഡിയോ ഇട്ടാൽ മതിയെന്ന്. അത് കേൾക്കുമ്പോൾ തന്നെ സന്തോഷമാണ് കേട്ടോ. കാരണം നമുക്കുള്ളത് കാരണം അടുക്കള പണി, അല്ലാതെ വേറെ എന്താണ് വീഡിയോ ഇടാൻ. പിന്നെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് കല്യാണമോ പ്രത്യേകമായിട്ട് വിശേഷങ്ങളൊക്കെ വേണം. അങ്ങനെ ആകുമ്പോൾ നമ്മളെ കൂട്ടുകാർക്കും കാണാൻ ഇഷ്ടാവില്ലേ. അടുക്കള പണി തന്നെ ആകുമ്പോൾ ചിലർക്ക് മടുപ്പ് വരും. എന്തായാലും വേണ്ടില്ല, നമ്മളെ കൂട്ടുകാർ ഒരുപാട് പേര് സന്തോഷത്തോടെ പറഞ്ഞിട്ടുണ്ട് എന്തായാലും വേണ്ടില്ല വീഡിയോ ഞങ്ങൾ കണ്ടുകൊണ്ടെന്ന്. അത് കേൾക്കുമ്പോൾ തന്നെ ഒരു സമാധാനം കേട്ടോ. കാരണം നമ്മളെ പോലെയുള്ള സാധാരണക്കാർക്ക് ഈ അടുക്കള ചുറ്റുഭാഗങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. പിന്നെ പറഞ്ഞതാ വെണ്ണീരൊക്കെ കോരി എടുത്തിട്ടുണ്ട്. ഞാനിതാ വിറകൊക്കെ ഇതിൻ്റെ ഉള്ളിൽ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ ആ വാതിൽ തുറന്ന ഉടനെ തന്നെ വീതലിൻ്റെ അടിയിൽ വിറക് വെച്ചിട്ടുണ്ട്, ഓലക്കൊടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടപ്പൊന്ന് കത്തിച്ചേക്കണം. അടുപ്പ് കത്തിക്കണമെങ്കിൽ തന്നെ ആദ്യം ഒരു പേപ്പർ കിട്ടണം. പിന്നെ ഞാൻ അവിടെ നിന്ന് തന്നെ വിറക് പൊട്ടിക്കുകയാണ് കേട്ടോ, അല്ലാതെ ചെറുതാക്കാണ്. ഞാനൊരു പേപ്പർ എടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു അപ്പുറത്തേക്ക് പോയിരുന്നത് കേട്ടോ. കൊണ്ടുവന്നത് ഒരു ചെറിയ പേപ്പറും കഷ്ണം, അത് അടപ്പിലിട്ടപ്പോഴത്തേനും കത്തി കഴിഞ്ഞും ചെയ്തു. ഞാൻ ഓലക്കൊടിയുമ്പോൾ കത്തി പിടിച്ചിട്ടില്ലെങ്കിൽ ഒന്നും കൂടെ കുറച്ച് വലുത് പോയി കൊണ്ടുവരണം, അല്ലെങ്കിൽ കത്തി കിട്ടാൻ പ്രയാസകരം. ചുള്ളൽ വിറകൊക്കെ ചെറുതാക്കി മുറിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ, അടപ്പിലിടാൻ പാകമാക്കി വെച്ചിട്ടുണ്ട്. സംഗതി ഇത് അടപ്പൊന്നും കത്തിയില്ല കേട്ടോ. പിന്നെ ഞാൻ ക്യാമറ ഓഫാക്കിയാണ്ട് രണ്ടാമത് പേപ്പർ പോയി കൊണ്ടുവന്നാണ്ട് കത്തിച്ചെടുത്തതാണ്. കുറച്ചധികം ഓലക്കൊടിയൊക്കെ ഇട്ട് പിന്നെ ചുള്ളൽ വിറകൊക്കെ ഇട്ടാണ്ട് കത്തിച്ചെടുത്തു. ഇപ്പോൾ സംഗതി ഉഷാറായിട്ട് കത്തി കണ്ടോ. നമ്മൾ വെള്ളം അടുപ്പത്ത് വെച്ചു. പിന്നെ മക്കൾക്ക് കുളിക്കണമെങ്കിൽ കുളിക്കുക, കുടിക്കണമെങ്കിൽ കുടിക്കുക എന്ന് പറഞ്ഞാണ്ട് അപ്പുറത്തെ അടുപ്പിൽ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ.
അങ്ങനെ വീതലൊക്കെ തുടച്ച് വൃത്തിയാക്കിയാണ്ടതാ ഞാൻ ഗ്യാസിൻ്റെ ഇവിടെ ഒന്ന് തുടച്ച് വൃത്തിയാക്കട്ടെ ട്ടാ. അങ്ങനെ ഇതാ അടപ്പൊക്കെ തുടച്ച് വൃത്തിയാക്കി കഴിഞ്ഞതിന് ശേഷം ഞാൻ ചായക്കുള്ള വെള്ളം വെച്ചിട്ടോ. പിന്നെ ഞാൻ വീഡിയോ എടുത്തത് ഇതാ കിഴങ്ങ്, ക്യാരറ്റ്, വല്യുള്ളിയൊക്കെ ചെറുതാക്കി അരിഞ്ഞതിന് ശേഷമാണ്. ഞാൻ പറഞ്ഞിരുന്നില്ല ഇന്ന് ചായക്കടി ഉണ്ടാക്കുന്നത് ചപ്പാത്തിയാണെന്ന്. അപ്പം ചപ്പാത്തിക്ക് എന്തായാലും എന്തെങ്കിലുമൊക്കെ ഒരു കറി വേണമല്ലോ. കറി ഇല്ലാതെ മക്കൾ തിന്നൂല. ഉപ്മാവൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ഒക്കെ അങ്ങനെ തന്നെ കേട്ടോ. വിഷ്ണുവിന് അച്ചാറോ പപ്പടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് വേണം. അതിനകത്ത് ആ കറിക്കുള്ള വെള്ളം ആവശ്യത്തിന് വെച്ചാണ്ട് ഞാൻ ചായക്കുള്ള പൊടിയൊക്കെ ആവശ്യത്തിനിട്ട് അതിന് ശേഷം ഇതാ ഞാൻ അരി ഇട്ട് കൊടുത്തേന്ന് കേട്ടോ. അരി വെന്തോ ഇല്ലേന്നൊക്കെ നോക്കുകയാണ്. വേവായിട്ടില്ല, കണ്ടിട്ട് തന്നെ തോന്നുന്നുണ്ടല്ലേ കുറച്ചും കൂടെ വേവാവാണ്ട്. റേഷൻ കടയത്തെ അരിയായിരുന്നു ഇതുവരെ. റേഷൻ കടയത്തെ അരി കഴിഞ്ഞു കേട്ടോ. ഇനിയിപ്പോൾ വരുന്ന മാസമല്ലേ ഉള്ളൂ കിട്ടുക. അതുവരെ ഇനി കടയിൽ നിന്ന് വാങ്ങിയിട്ട് വേണം. എന്തായാലും അടച്ചേക്കട്ടെ, കുറച്ചും കൂടെ ഒന്ന് വേവാവാണ്ട്. നമ്മളെ വീഡിയോ കാണുന്ന പല കൂട്ടുകാർക്കും നമ്മളെ വീഡിയോ ഇഷ്ടപ്പെടാതിരിക്കണുണ്ട്. എന്നാൽ പിന്നെ ഓൽക്ക് കാണാതിരുന്നാൽ മതി, കമൻ്റ് ഇടാതെ നിന്നാലും മതി. കാരണം വീഡിയോ കാണുന്നത് ഇഷ്ടമല്ല, താല്പര്യമില്ല, എന്നിട്ട് പോലും ഒരു വീഡിയോ കണ്ടാണ്ട് ഇഷ്ടമില്ലാത്ത കമൻറ്റുകളൊക്കെ ഇടുന്നുണ്ട്. അത് ഓൽക്കൊരു സന്തോഷത്തിനാണോ എന്ന് എനിക്കറിയില്ല. ഇഷ്ടമല്ലെങ്കിൽ കാണണ്ട മക്കളെ. ഞാൻ ആരോണ്ടും ആരെയും നിർബന്ധിക്കണില്ല എൻ്റെ വീഡിയോ കാണണമെന്ന്. ഞാൻ നിർബന്ധിക്കണത് ഇത്ര മാത്രമേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ മാത്രം നമ്മുടെ വീഡിയോ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ എന്ന് മാത്രമേ പറയുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ കഴിയണതും താഴ്ത്തി പറയാതിരിക്കാൻ ശ്രമിക്കുക. അങ്ങനെ താഴ്ത്തി പറയാൻ ശ്രമിക്കണോലൊക്കെ ഒരുപാട് പേരുണ്ട് എന്ന് എനിക്കറിയാം. നമ്മളെ സ്നേഹിക്കുന്ന കൂട്ടുകാർക്ക് വേണ്ടിയാണ് ഞാൻ ഇതേപോലെ എൻ്റെ വിശേഷങ്ങളും പറഞ്ഞ് വീഡിയോ ഇടുന്നത് കേട്ടോ. ഇപ്പോഴും ഞാൻ പറയാം, ഇഷ്ടമില്ലാത്തപോലെ ഒരിക്കലും എൻ്റെ വീഡിയോ കാണണമെന്ന് പറഞ്ഞ് ഞാൻ ആരും നിർബന്ധിക്കണില്ല, കാണും വേണ്ട. എനിക്കും അതിൽ വലിയ താല്പര്യമൊന്നുമുള്ള കാര്യം അല്ല കേട്ടോ. കാരണം നമ്മളെ വീഡിയോ കണ്ടാണ്ട് ഇഷ്ടമില്ല, രസമില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ അതിൻ്റെ കുറ്റമല്ല, അത് നിങ്ങളെ കണ്ണിൽ നിങ്ങൾക്ക് തോന്നുന്നതാണ്. പിന്നെ എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാൻ വീഡിയോ ഇടുള്ളൂ, വീഡിയോ ഇടാൻ എനിക്ക് കഴിയുള്ളൂ. അല്ലാതെ എനിക്ക് നിങ്ങൾ പറയുന്ന രീതിയിൽ കാരണം വീഡിയോ ഇടാൻ കഴിഞ്ഞോണമെന്നും ഉണ്ടാവില്ല. നമ്മൾ നിങ്ങളെ പോലെ സാധാരണക്കാരൻ തന്നെയാണ് മക്കളെ. അല്ലാതെ ഞാൻ എന്താണ്, ഞാനൊരു മനുഷ്യൻ തന്നെയാണ് കേട്ടോ. പിന്നെ ഇതാ ഞാൻ ചപ്പാത്തിക്കുള്ളത് കുഴക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ചായയിൽ പൊടിയൊക്കെ ഇട്ട് പാകമാക്കി വെച്ച് വാങ്ങി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ ഗ്യാസുമ്മ കറിക്കുള്ളത് അടപ്പത്ത് വെച്ചു. അതിൻ്റെ ഇടയിൽ ഇതാ ചോറ് വെന്ത് തോന്നണു വിചാരിച്ച് നിന്ന് നെക്കി വെക്കുകയാണ് കേട്ടോ. അപ്പോൾ കുറച്ചൊരു ആവാനും കൂടെ ഉണ്ട്. ഏതായാലും അവിടെ അടപ്പത്ത് കിടക്കട്ടെ. ഇനി അധികം തീയൊന്നും കത്തിക്കണില്ല. ചപ്പാത്തിക്കുള്ളത് പരത്തി എടുക്കട്ടെ കേട്ടോ. സ്കൂളുള്ള ദിവസം വിഷ്ണു കണ്ടറിഞ്ഞ് നേരത്തെ എണീക്കും കേട്ടോ. സ്കൂളില്ലെങ്കിലാണ് മടി എണീക്കാൻ. കുളിയൊക്കെ കഴിഞ്ഞ് വന്നോണ്ട് തന്നെ കടിയായ അമ്മ ചോദിക്കണം. അപ്പം ഞാൻ പറയാം, കുഞ്ഞേ ഞാനിപ്പോൾ ആക്കി തരാമെന്ന്. കാരണം വേറെ ഒന്നുമല്ല കേട്ടോ, ഞാൻ എണീറ്റാണ്ട് തന്നെ ഞാൻ ചോറ് വെക്കാൻ നിന്ന്. ചോറും കറി വേവാറായിട്ടുണ്ട് കേട്ടോ. അതിൽ തക്കാളിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കറിക്കുള്ളതും വെച്ചു, പിന്നെ ചായക്കുള്ളതൊക്കെ വെച്ചു. ചപ്പാത്തിക്ക് കുഴച്ച് പരത്തൽ തുടങ്ങിയിട്ടേ ഉള്ളൂ. പിന്നെ ഞാനൊന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ ഓന് നേരത്തെ ക്ലാസ് ഉണ്ട്. ഞാനിത് ഉണ്ടാക്കിയാണ്ട് വേഗം കൊടുക്കാൻ നിൽക്കട്ടെ കേട്ടോ. ഞാനിന്ന് ദോശ എന്തെങ്കിലുമൊക്കെ, ദോശ ഇളക്കച്ചോറ് ഉണ്ടാവുമല്ലോ തേങ്ങാച്ചോറ് വെക്കുമ്പോൾ, അങ്ങനെയൊക്കെ ഉണ്ടാക്കണം എന്ന് വിചാരിച്ചിരുന്നു. അപ്പോൾ നാളികേരമല്ല, തേങ്ങ ഇല്ല, അതുകൊണ്ടാണ് കേട്ടോ. ഞാനിവിടെ തേങ്ങ എന്ന് തന്നെയാണ് കേട്ടോ പറയൽ. പിന്നെ വീഡിയോ ചെയ്തപ്പോൾ അങ്ങനെ നാളികേരം എന്ന് പറഞ്ഞു പോയതാണ്. പിന്നെ പറഞ്ഞാൽ നമ്മളെ വർത്താനം ഇഷ്ടമില്ലാത്തവരൊക്കെ കുറേ പേരുണ്ട്. എല്ലാവർക്കും നമ്മളെ വർത്താനമൊക്കെ ഇഷ്ടപ്പെട്ടോണമെന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഇഷ്ടമുള്ളവരോ കാണുക. അല്ല അപ്പം ഞാനെന്താ പറയുക, ആരോടും ഞാൻ നിർബന്ധിച്ച് പറയണില്ലല്ലോ പടച്ചമ്പുരാനെ. അങ്ങനെ ഇതാ മക്കളെ ഞാൻ കറിക്കുള്ളത് വെച്ചതെന്ന് പറഞ്ഞില്ല. അതിന് ആവശ്യത്തിനുള്ള പൊടിയൊക്കെ, മുളകും പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടിയും ചിക്കൻ മസാല ഒക്കെ ഇട്ട് കൊടുത്താണ്ട് നല്ലോണം വേവിച്ചാണ്ട് ഇതാ അതിൽ ലാസ്റ്റ് പച്ച വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തു. അതിൻ്റെ ഇടയിൽ ഇതാ ചപ്പാത്തീൻ്റെ ചട്ടിയൊക്കെ ഇവിടെ വെച്ച് ചപ്പാത്തി ചുട്ടെടുക്കാനും തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ചട്ടി, ദോശ ചട്ടി ഉണ്ടല്ലോ, ആ ഒരു ചട്ടിയിലാണ് കേട്ടോ ഞാൻ ചപ്പാത്തി ചുട്ടെടുക്കണത്. ഇത് നമ്മൾ ദോശ ഉണ്ടാക്കുന്ന ചട്ടിയല്ല കേട്ടോ. ആ ദോശ ഉണ്ടാക്കുന്ന ചട്ടിയൊക്കെ ആണെങ്കിൽ ചപ്പാത്തി ചുടുന്നതൊന്നും ചിലപ്പോൾ നന്നായിക്കോണമെന്നുണ്ടാവില്ല.
ഏതായാലും ഞാൻ ഇത് ലാസ്റ്റത്തെയാണ് കേട്ടോ. ചെറിയ ചപ്പാത്തിയാണ് കേട്ടോ, ചെറുതായിട്ട് അതിന് പരത്തിയെടുത്തണത്. ഇതിൽ പിന്നെ വലുതാക്കി പരത്തിയെടുക്കാനൊന്നും പറ്റൂലല്ലോ, അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ പരത്തിയെടുത്തണത്. ഏതായാലും വിഷ്ണുവിനുള്ളത് ആക്കി കൊടുക്കട്ടോ, അവിടെ കാത്തിക്കുന്നുണ്ട്. ആയില്ലമ്മ ചോദിച്ചാണ്ട്. അപ്പോൾ ഇതിന് ചപ്പാത്തി ചൂടലൊക്കെ കഴിഞ്ഞു. സമയം എന്ന് പറഞ്ഞാൽ 8 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. ഓനക്കുള്ള 2 ചപ്പാത്തി മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് 2 മാത്രം എടുത്താണ്ടതാ ഇതൊന്ന് മെല്ലെ കുത്തി ഉടക്കാൻ കേട്ടോ, ചെറിയൊരു കൊഴുപ്പ് നിന്നോട്ടെ എന്ന് വിചാരിച്ചാണ്ട് അതിനെ കറിയൊക്കെ ഒഴിച്ച് കൊടുത്തു. പിന്നെ ചായ ഓനുള്ളത് ആക്കി കൊടുത്തു. പിന്നെ ഞാൻ സൂര്യമോൾ അംഗൻവാടിക്ക് കൊണ്ടുപോകണതാണ് കേട്ടോ വീഡിയോ എടുത്തണത്. പിന്നെ തിരക്കിൻ്റെ അങ്ങേത്താലേന്ന് മക്കളെ. സൂര്യമോൾ അതാ പാഞ്ഞു പോണ്. അപ്പം ഞാൻ പറഞ്ഞ് അങ്ങനെ പോവല്ലേ സൂര്യമോളെ പറഞ്ഞു. അപ്പം എന്നോട് പറഞ്ഞു എന്നെ എടുക്കുക അമ്മ, എന്നെ എടുക്കുകയാണ്. അങ്ങനെ ഞാൻ ഓളെ ഒക്കത്തും വെച്ചാണ്ട് പോവാണ് കേട്ടോ. കുറച്ച് നേരം ഇങ്ങോട്ട് എടുത്തിട്ടുള്ളൂ. പിന്നെ ഞാൻ വീഡിയോ എടുത്തത് എന്ന് പറഞ്ഞാൽ ഇതാക്കണ് അംഗൻവാടിയൊക്കെ വിട്ട് വന്നതിന് ശേഷം വൈകുന്നേരത്താണ് കേട്ടോ. ഈ ഒരു സമയത്ത് പറഞ്ഞാൽ മുറ്റടിക്കുകയാണ് കേട്ടോ. ഞാൻ കണ്ടോ, മുറ്റത്ത് ഈ ഒരു ഒങ്ങിൻ്റെ ഇല നല്ലോണം ചാടും. രാവിലെ ആയാലും വൈകുന്നേരം ആയാലും. ചിലപ്പോൾ ഒരു ദിവസം ഇവിടെ അടിച്ചു വാരാൻ വൈകിയാലൊക്കെ ഉണ്ടാവും കേട്ടോ. എനിക്ക് ഇവിടെ ഇങ്ങനെ വൃത്തിയായി കിടക്കണം, അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര സങ്കടം. ഇനിയിപ്പോൾ ഇവിടെ അടിച്ചു വാരാൻ വൈകിയാലും ഞാൻ എൻ്റെ പണികളെല്ലാം ഒരുങ്ങി സൂര്യമോളെ അംഗൻവാടിയിലൊക്കെ കൊണ്ടാക്കി വന്നിട്ടെങ്കിൽ ഞാൻ ഇവിടെ വൃത്തിയാക്കും കേട്ടോ. ഏതായാലും ഞാൻ അടിച്ചൊരു തീർക്കട്ടെ. ഇനി നമുക്ക് എന്ന് പറഞ്ഞ് ഇന്നത്തെ എൻ്റെ വീട്ടുജോലികളൊക്കെ കണ്ടില്ല. ഇനി എനിക്ക് എന്ന് പറഞ്ഞാൽ കറി ഉണ്ടാക്കാണ്ട് കേട്ടോ. അപ്പോൾ വിശേഷങ്ങളും വീഡിയോയും, കറി പറഞ്ഞാൽ വൈകുന്നേരത്തിനുള്ള രാത്രിയൊക്കെയുള്ള കേട്ടോ. വിശേഷങ്ങളും വീഡിയോ ഇത്രയേ ഉള്ളൂ മക്കളെ. ഇനി അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ടാറ്റാ ബൈ.